സമരവേദിയിൽ നിന്ന് സോനം വാങ്ചുക്കിന്റെ സമരവേദി വാർത്തയിലേക്ക് വീണ്ടും പോവുകയാണ്. ആദിൽ പാലോടാണ് സമരവേദിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നോബിൾ മാരിക്കാരൻ ആശുപത്രിയിലുണ്ട്. നോബിൾ, എന്താണ് ഇപ്പോൾ സോനം വാങ്ചുക്കിന്റെ അവസ്ഥ? നിർബന്ധിതമായി അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ചർച്ച, അതാണ് ഈ സമരവേദിയിലിരുന്ന സോനം വാങ്ചുക്ക് അടക്കമുള്ള ബാക്കി എല്ലാവരും ആവശ്യപ്പെട്ടിരുന്ന ഒരു ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ തയ്യാറാകാതെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നു. ഇപ്പോൾ ആശുപത്രിയിലെ സാഹചര്യം എന്താണ്? അവിടെ പ്രവർത്തകരുണ്ടോ? അതോടൊപ്പം അവിടെ പോലീസിനെയും സേനയും വിന്യസിച്ചിരിക്കുന്നു. സ്മൃതി, നമ്മളുള്ളത് സഫ്ദർജംഗ് ആശുപത്രിയാണ്. ഇവിടെയാണ് സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്ത് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. സോനം വാങ്ചുക്കിനെ നേരത്തെ അറസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് പ്രവേശിപ്പിച്ചതിന് പിന്നാലെ വലിയ സുരക്ഷ നമുക്ക് ദൃശ്യത്തിൽ കാണാൻ കഴിയും. ദ്രുതകർമ്മസേന അടക്കം ഈ മേഖലയ്ക്ക് വിന്യസിച്ചുകൊണ്ടാണ് എന്താണെങ്കിലും വലിയ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡോക്ടർമാരുടെ പ്രത്യേക നിരീക്ഷണം ഇവിടെ സോനം വാങ്ചുക്കിന് നൽകിയിട്ടുണ്ട് എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. നിലവിൽ സോനം വാങ്ചുക്കിന്റെ ആരോഗ്യ ജീവൻ രക്ഷാ സൂചനകൾ സാധാരണ നിലയിലാണ് പ്രവർത്തിക്കുന്നത്. രക്തസമ്മർദ്ദം കുറവാണ്, അതോടൊപ്പം തന്നെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവും കുറവാണ്. ECG ഫലം സാധാരണ നിലയിലാണ് എന്നുകൂടി ആശുപത്രി അധികൃതർ ഈ ഘട്ടത്തിൽ അറിയിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിലവിൽ അതീവ സുരക്ഷയിൽ പരിശോധനയിലാണ് സോനം വാങ്ചുക്ക് ഉള്ളത്. മറ്റ് അടിയന്തര സാഹചര്യങ്ങൾ ഒന്നുമില്ല എന്ന് അധികൃതർ അറിയിക്കുന്നു. നേരത്തെ ഇന്ന് ആശുപത്രിയിൽ നിന്ന് RMLന്റെ ഓഫീസ് സഫ്ദർജംഗിലെ ആശുപത്രി അധികൃതരാണ്, ഡോക്ടർമാരാണ് ഇന്ന് അവിടെ നേരത്തെ ജന്തർ മന്ദിറിൽ എത്തുകയും അദ്ദേഹത്തെ പരിശോധിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയായിരുന്നു അദ്ദേഹത്തിന്റെ അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തി അവിടെ മാറ്റുന്ന സാഹചര്യം ഉണ്ടായത്. നിലവിൽ സഫ്ദർജംഗ് ആശുപത്രി ചികിത്സയിലാണ്. അങ്ങോട്ട് ആരെയും കടത്തിവിടുന്നില്ല. ഒപ്പം കോക്രോച്ച് ജനതാ പാർട്ടിയുടെയോ അല്ലെങ്കിൽ മറ്റ് പ്രതിഷേധക്കാരുടെയോ സാന്നിധ്യമൊന്നും നമുക്ക് ഈ ആശുപത്രി പരിസരത്ത് കാണാൻ കഴിയുന്നില്ല. വളരെ ശാന്തമായ അവസ്ഥയാണ്. പക്ഷേ എങ്കിൽ പോലും ദ്രുതകർമ്മ സേന അടക്കം വാർഡുകൾക്ക് അകലത്ത് പോലും വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് സോനം വാങ്ചുക്കിന്റെ ഭാര്യ അടക്കമുള്ള ആൾക്ക് മാത്രമാണ് ഇപ്പോൾ അദ്ദേഹത്തെ കാണാനുള്ള അനുമതിയുള്ളൂ. മറ്റ് ആരെയും അങ്ങോട്ട് കടത്തിവിട്ടിട്ടില്ല. മറ്റ് ആളിലേക്ക് ഇവിടെ തടയുകയും ചെയ്യുന്നുണ്ട്. മറ്റ് രോഗികളുടെ ഒപ്പം രോഗികളുടെ ബന്ധുക്കൾക്ക് മാത്രമാണ് നിലവിൽ അങ്ങോട്ട് പോകാനുള്ള അനുമതി എന്താണെങ്കിലും നൽകിയിരിക്കുന്നത്. സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ് എന്നാണ് അധികൃതർ എന്താണെങ്കിലും വ്യക്തമാക്കുന്നത്. പക്ഷേ അദ്ദേഹം നിരീക്ഷണത്തിൽ തുടരുകയാണ് എന്നുകൂടി ആശുപത്രി വ്യക്തമാക്കുന്നുണ്ട്. സ്മൃതി.